എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നിങ്ങൾ കണ്ടത് ശരി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഖത്തർ എയർവേസിലേക്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിൽ ഒന്നായിട്ടുള്ള ഖത്തർ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഒരു മാസം മുമ്പ് നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഖത്തർ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന പലരും അതിലേക്ക് അപ്ലൈ ചെയ്തു. അതിൽ ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ചില ആളുകൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല, ചില ആളുകൾക്ക് അത് ചെയ്ത് കൊടുത്ത അപ്ലൈ ചെയ്തത് അത് റിജക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡ് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിലവിൽ ഖത്തർ എയർപോർട്ടിലേക്ക് കുറച്ചധികം ജോലി ഒഴിവുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 120ഓളം പോസ്റ്റുകളിലേക്കായിട്ട് അല്ലെങ്കിൽ വേക്കൻസികൾ നിലവിൽ ഖത്തർ എയർപോർട്ടിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞിരുന്നു, ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, ഏജൻസി വഴിയല്ല ഇൻ്റർവ്യൂ, അവർ ഡയറക്റ്റാണ് റിക്രൂട്ട് ചെയ്യുക. പൊന്നു സഹോദരങ്ങളെ, ഡയറക്റ്റ് തന്നെയാണ് കമ്പനി റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഒരു ഏജൻസി ഇല്ല. നമ്മൾ ആ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഖത്തർ എയർപോർട്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഡയറക്റ്റ് അവർ, അതായത് ഖത്തർ എയർവേസ് എന്ന കമ്പനി റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. ഇതിനിടയിൽ ഏജൻസികൾ ഉണ്ടാവില്ല, തേർഡ് പാർട്ടി കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം നമുക്ക് ഖത്തർ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ജോലി ഒഴിവിലേക്ക് അപേക്ഷിച്ച് നമുക്ക് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊന്നും ഞാനൊന്ന് വേഗം ഷടയെ പറഞ്ഞു പോവാം. ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഫർണിച്ചർ അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, ഏറ്റവും മികച്ച ശമ്പളം, ട്രാൻസ്പോർട്ടേഷൻ ഡിസ്കൗണ്ട്സ്, ട്രാവൽ ബെനിഫിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസ്കൗണ്ട്സ്, അതേപോലെ തന്നെ ഏറ്റവും മികച്ച ട്രെയിനിങ്, മൾട്ടിനാഷണൽ ഇൻ്റർനാഷണൽ ടീമിൽ ജോലി ചെയ്യാനുള്ള അവസരം, 170-ലധികം ഡെസ്റ്റിനേഷനിലുള്ള ഒരു വലിയ ഇൻ്റർനാഷണൽ എയർലൈൻ കമ്പനിയിൽ കരിയർ ആരംഭിക്കാനുള്ള അവസരം ഉൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എങ്ങനെ ഖത്തർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖത്തർ എയർവേസ് എന്ന കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ. ഇനി നമുക്ക് വളച്ചുകെട്ടില്ലാതെ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറയട്ടെ. ഇവിടെ SSLC ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മുതൽ അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. 100% വീണ്ടും എടുത്ത് പറയാൻ കഴിയും, 100% ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അവർ ഡയറക്റ്റ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു പോവാം. മോക്ക് എഞ്ചിനീയർ, എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, ലീഡ് എഞ്ചിനീയർ, ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിംഗ് എഞ്ചിനീയർ, ടീം ലീഡർ, ട്രാൻസ്ലേഷൻ ഓഫീസർ, ടിൽ അസിസ്റ്റന്റ്, ടെക്നോളജി സർവീസ് കൺട്രോളർ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നിക്കൽ ഓഫീസർ, ജാവ ടെക്നിക്കൽ ലീഡർ, സ്പാ തെറാപ്പിസ്റ്റ്, സോസ് ഷെഫ്, സോസിംഗ് മാനേജർ, ഷോപ്പ് സൂപ്പർവൈസർ, TS ടെക്നീഷ്യൻ, സെയിൽസ് അസിസ്റ്റന്റ്, സീനിയർ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, സേഫ്റ്റി ഓഫീസർ, പ്രൊജക്ട് എഞ്ചിനീയർ, വാറന്റി മാനേജർ, HIA ഓപ്പറേഷൻസ് സീനിയർ മാനേജർ, സീനിയർ HR സ്കൂൾ ഫീസ് ഓഫീസർ, HR ബിസിനസ് പാർട്ട്ണർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, സോസ് ഷെഫ്, കാർഗോ ഡാറ്റ അനലിസ്റ്റ്, സീനിയർ ബിസിനസ് സ്പെഷ്യലിസ്റ്റ്, സെക്യൂരിറ്റി ഓഫീസർ, സെക്യൂരിറ്റി ഏജന്റ്, CCTV ആൻഡ് ആക്സസ് കൺട്രോൾ, സെയിൽസ് അസിസ്റ്റന്റ്, റോസ്റ്ററിംഗ് മാനേജർ, റിക്രൂട്ട്മെന്റ് ഓഫീസർ, ആർക്കിടെക്ട്, ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, പ്രൊഡക്റ്റ് ഡിസൈനർ, ഹോസ്റ്റസ്, ഓപ്പറേഷൻ സിസ്റ്റം അനലിസ്റ്റ്, ലോയലിറ്റി ഇൻസൈറ്റ് മാനേജർ, കാറ്ററിംഗ് മാനേജർ, എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, സെയിൽസ് ഓഫീസർ, ജൂനിയർ ഷെഫ്, ജൂനിയർ ബാരിസ്റ്റ, ഗ്ലോബൽ സെയിൽസ് അനലിസ്റ്റ്, ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ, ഫുഡ് ആൻഡ് ബിവറേജ് ടീം ലീഡർ, ഫസ്റ്റ് കോമീസ് ഷെഫ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അസിസ്റ്റന്റ്, എക്സിക്യൂട്ടീവ് സോസ് ഷെഫ്, എക്യുപ്മെന്റ് സൂപ്പർവൈസർ, ഡ്യൂട്ടി മാനേജർ, ഡൈനിങ് സർവീസ് ടീം ലീഡർ, ഡൈനിങ് സർവീസ് ഡ്യൂട്ടി സൂപ്പർവൈസർ, ഡാറ്റ എഞ്ചിനീയർ, കസ്റ്റമർ സർവീസ് ഇംപ്രൂവ്മെന്റ് ഓഫീസർ, ബാർടെൻഡർ, ബാരിസ്റ്റ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ്. ഇതുൾപ്പെടെ കുറച്ചധികം ജോലി ഒഴിവുകളുടെ ഇപ്പോൾ നിലവിൽ ഖത്തർ എയർവേസിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള ചില വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അതായത് ജൂനിയർ ബാരിസ്റ്റ, അതേപോലെ തന്നെ സ്പാ തെറാപ്പിസ്റ്റ് ഉൾപ്പെടെ ഒരു 5-6 പോസ്റ്റുകളിലേക്ക് ഇവിടെ മുൻപരിചയം ആവശ്യമില്ല. ഞാനത് എടുത്തു പറയുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും ഓരോ ജോലിയെക്കുറിച്ചും. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 60ഓളം ജോലികൾ ഞാൻ ഇവിടെ പറഞ്ഞു പോയി. ഈ ഒരു 60 ജോലികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോകും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജൂനിയർ ബാരിസ്റ്റ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖത്തർ
എയർവേസിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ പോകാൻ കഴിയും, വെബ്സൈറ്റിൽ പോകാൻ കഴിയും. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലിയൊഴികൾ ഉൾപ്പെടെ ഏകദേശം 127ഓളം വേക്കൻസികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതൊന്ന് വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് ആ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ CV-യും കവർ ലെറ്ററും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. CV നിർബന്ധമായിട്ടും ATS ഫ്രണ്ട്ലി CV തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതുപോലെയുള്ള വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ Gmail വഴിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏത് കമ്പനിയിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും. നിങ്ങളുടെ കയ്യിൽ ഒരു മികച്ച ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലിക്കായിട്ട് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്തോളൂ. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഖത്തർ എയർവേസിലേക്ക് അപ്ലൈ ചെയ്ത് ജോലി നേടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ മടി കൂടേണ്ട, ഉടൻ തന്നെ അപേക്ഷിക്കോളൂ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കമ്പനി ഇവിടെ സാലറി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാലറി എത്ര, അപ്പോൾ സാലറി എത്ര എന്ന് ചോദിച്ചിട്ടൊക്കെ പലരും മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ സാലറി കാര്യങ്ങൾ കമ്പനി ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്കിൽസും നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് എല്ലാം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും സാലറി കാര്യങ്ങൾ കമ്പനി അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ CV സെലക്ഷനിൽ പാസ്സാവണം, ശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഒരു ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ കമ്പനി നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുക.